ഇന്നലെ വരെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിളിച്ച ആളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? വിൽക്കപ്പെട്ട നേതാവ്. പ്രത്യേകം പേരെടുത്ത് പറഞ്ഞാൽ രാഘവ് ചദ്ദ. യുവാക്കളുടെ പൾസ് മനസ്സിലാക്കുന്ന ക്ലീൻ ഇമേജുള്ള AAPയുടെ ഫ്യൂച്ചർ ഫീസ് എന്ന് പലരും കരുതിയിരുന്ന ഒരാൾ. പക്ഷേ നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും നറേറ്റീവ് മുഴുവൻ മാറി. കാരണം രാഘവ് ചദ്ദയും കൂടെ 6 AAP MP-മാരും BJP-യിലേക്ക് ചേർന്നു. ഇതൊരു സാധാരണ പാർട്ടി മാറൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ആവർത്തിക്കുന്ന ഒരു പാറ്റേൺ ആണോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കൂടുമാറ്റം ഒരു വ്യക്തിയുടെ തീരുമാനം പോലെ കാണാൻ പറ്റില്ല. കാരണം ഒരാളല്ല, ഒരു ഗ്രൂപ്പാണ് മൂവ് ചെയ്തത്. ഇതെല്ലാം ഒരേ സമയം ഒരേ ദിശയിൽ നടക്കുമ്പോൾ അതിനെ കോയിൻസിഡൻസ് എന്ന് വിളിക്കുക അസാധ്യമാണ്. അല്ലെങ്കിൽ വിഷയം ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇതൊരു കോർഡിനേറ്റഡ് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണോ എന്ന് വരെ സംശയം തോന്നിപ്പോകും. ഇവിടെയാണ് വീണ്ടും ഒരു പഴയ ആരോപണം ഉയരുന്നത്. ഓപ്പറേഷൻ ലോട്ടസ്. പ്രതിപക്ഷ പാർട്ടികളെ ദുർബലപ്പെടുത്താൻ അവരുടെ നേതാക്കളെ സിസ്റ്റമാറ്റിക്കലി ടാർഗറ്റ് ചെയ്ത് പാർട്ടി മാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നാണ് ആരോപണം. ഇത് പുതിയ കഥയല്ല. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഇതേ പാറ്റേൺ നമ്മൾ കണ്ടു പരിചയിച്ചതാണ്. ആദ്യം പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ, പിന്നീട് ഗ്രൂപ്പുകൾ, അവസാനം കൂട്ടത്തോടെ കൂടുമാറ്റം. ഇപ്പോൾ ഏറെക്കുറെ വീണ്ടും അതേ സീക്വൻസ് ആവർത്തിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൽ പക്ഷേ BJP പറയുന്നത് മറ്റൊന്നാണ്. നേതാക്കളുടെ വ്യക്തിപരമായ തീരുമാനത്തിന്റെ പുറത്താണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായതെന്നാണ് BJPയുടെ പക്ഷം. ശരി, സ്വാതന്ത്ര്യമുണ്ടെന്ന് സമ്മതിക്കാം. പക്ഷേ ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. ആ സ്വാതന്ത്ര്യം യഥാർത്ഥമാണോ? അല്ലെങ്കിൽ പ്രഷർ, അന്വേഷണം, സെൻട്രൽ ഏജൻസീസ് ഇവിടെ ഷാഡോയിൽ എടുത്ത തീരുമാനമാണോ? ഇനി നിയമത്തിലേക്ക് വരാം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ഡിഫെക്ഷൻ അല്ലേ, അയോഗ്യത വരില്ലേ എന്ന്. ഇവിടെയാണ് ട്വിസ്റ്റ്. ഇന്ത്യയിലെ ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഒരു പാർട്ടിയിലെ 3/2 അംഗങ്ങൾ ഒരുമിച്ച് മാറിയാൽ അത് ഡിഫെക്ഷൻ അല്ല, മേജറായി കണക്കാക്കും. അതായത് ഒരാൾ പോയാൽ കുറ്റം, കൂട്ടമായി പോയാൽ നിയമം സംരക്ഷിക്കുമെന്ന് ചുരുക്കം. ഇത് നിയമമാണോ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ ആണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇത് തുടർന്നാൽ എന്ത് സംഭവിക്കും? ജനങ്ങൾ വോട്ട് ചെയ്തയക്കുന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷം പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസിന്റെ ഭാഗമാകും. അപ്പോൾ ജനവിധി എന്നത് മാറി ഒരു ഇലക്ഷൻ പ്രോസസ്സ് മാത്രമായി ചുരുങ്ങുകയും ഒരു പോസ്റ്റ് ഇലക്ഷൻ ഡീല് അവിടെ രൂപപ്പെടുകയും ചെയ്യും. ഇത് ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല. ഇത് BJPക്ക് ഗുണകരമാകും അല്ലെങ്കിൽ AAPയെ തളർത്തും എന്നതിനപ്പുറം ജനാധിപത്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ തന്നെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി മാറും. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഐഡിയോളജിക്കായിട്ടാണോ അല്ലെങ്കിൽ ആ വ്യക്തി പിന്നീട് എങ്ങോട്ട് ചാടുമെന്ന അൺസർട്ടനിറ്റിക്കായിട്ടാണോ എന്ന ചോദ്യമാണ് ബാക്കിയാവുക. രാഘവ് ചദ്ദയുടെ ഈ മൂവ് അതൃപ്തിയിൽ നിന്നുണ്ടായ ഒരു സ്വാഭാവിക തീരുമാനമാണോ അല്ലെങ്കിൽ ആസൂത്രിതമായ പൊളിറ്റിക്കൽ ചെസ് മൂവ് ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ഒരു വ്യക്തിയുടെ ചോയ്സ് ആണോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ കളിയോ? ലോകം മുഴുവൻ കറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞ നമ്മുടെ ഇന്ത്യയെങ്കിലും ചുറ്റണ്ടേ? അതും വളരെ കുറഞ്ഞ ചെലവിലാണെങ്കിൽ ആരാണ് ഓവർ ചെയ്യുക? ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ എൻജോയ് ചെയ്ത് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ കഴിയുന്ന ഒരു പാക്കേജ് അവൈലബിൾ ആണ്. താമസം, ഭക്ഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വെറും 70,000 രൂപയിൽ താഴെ മാത്രം ചിലവിൽ നിങ്ങൾക്കും പ്ലാൻ ചെയ്യാം. ഗോവയും മുംബൈയും ജയ്പൂരും ഒക്കെ നേരിൽ കാണാനുള്ള സുവർണാവസരം പാഴാക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.